Assalamualaikum, welcome back to my channel. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വ്ളോഗ് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, തംബ്നെയിൽ കണ്ടതുകൊണ്ട്. സോ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഞാൻ പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്യാൻ എൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ടൈം പെരുന്നാളൊക്കെ ഞാൻ മസ്കറ്റിലായിരുന്നു, കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മുകളിൽ ഇപ്പോൾ വീഡിയോ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാത്രിയാണ്, ഞാനപ്പോൾ മെഹന്തി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എനിക്ക് റൈറ്റ് ഹാൻഡിലൊക്കെ ഞാൻ കാണിച്ചു തരാം. മൈലാഞ്ചിയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട്, കണ്ടോ. അപ്പോൾ ഞാൻ ഈ ഡിസൈൻ കൊടുത്തിട്ട് അവളപ്പോൾ ഇട്ട് തന്നതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ ഞാൻ മെഹന്തിയൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമ്മുടെ പെരുന്നാൾ വിശേഷം, എൻ്റെ വീട്ടിലെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇനി നാളെ ആൻറ്റിയും ഐസും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവളും ചിലപ്പോൾ വരുന്നുണ്ട് പെരുന്നാളായിട്ട്. അപ്പോൾ പെരുന്നാൾ വിശേഷമൊക്കെ നമുക്കിനി വരുമ്പോൾ കാണാം. അപ്പോൾ നമുക്കിനി മെഹന്തി അപ്ലൈ ചെയ്യാം. ഇന്ന് എൻ്റെ ഫ്രണ്ട് തീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളാണ് എനിക്ക് മെഹന്തി ഇട്ട് തന്നത്. എൻ്റെ മാരേജിന് അത് ഒരു കയ്യിൽ അവൾ തന്നെയായിരുന്നു ഇട്ട് തന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചി ഇടും. നമ്മൾ എന്തെങ്കിലും ഡിസൈനൊക്കെ കാണിക്കുമ്പോൾ അത് തന്നെ ആൾ ഇട്ട് തരും. ആൾക്ക് ഇടാനും ഇട്ട് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് പക്ഷേ ആളിടാൻ നേരത്ത് കുറച്ച് നാളായി ഇട്ടിട്ട് അതുകൊണ്ട് ടച്ചൊക്കെ വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അവളെ കൊണ്ട് ഇടിപ്പിക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മിക്കപ്പോഴും അവളെ കാണുമ്പോൾ എന്തായാലും ഞാൻ മെഹന്തി ഒരു കോണായിട്ടേ അവളുടെ അടുത്തേക്ക് പോകാറുള്ളൂ. എന്നിട്ട് റൈറ്റ് ഹാൻഡിൽ നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ, അവളെ കൊണ്ട് ഇടിപ്പിക്കും. അങ്ങനെയാണ് കേട്ടോ മിക്കപ്പോഴും ചെയ്യണത്. പിന്നെ അതേ ഇന്ന് ഈവനിങ് എനിക്കും കുറേ സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും ലെഫ്റ്റ് ഹാൻഡിൽ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും മെഹന്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം, എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും നാളത്തേക്കുള്ള കുറച്ച് സംഭവങ്ങളൂടെ എല്ലാം ഒന്ന് ചെയ്തു വെച്ചാൽ നാളെ രാവിലെ പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര ഹറിബറി ആയിരിക്കും മോർണിംഗ്. അതുകൊണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് ഞങ്ങളുടെ ഇവിടുത്തെ പെരുന്നാളിന് ഒരു വൺ ഓഫ് ദി മാൻഡറ്ററി ആയിട്ടുള്ള സംഭവമുണ്ട്, അമീർ പത്തിരി എന്ന് പറയുന്നത്. ഒട്ടുമിക്ക പേർക്കും ഇത് ഫെമിലിയർ ആയിരിക്കില്ല. പക്ഷേ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് റാൻഡം ക്ലിപ്സ് കണ്ടപ്പോൾ അങ്ങനെ എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് തേങ്ങ പൊട്ടിക്കണ വെള്ളമില്ല, അത് ഞങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് ഗോതമ്പ് പൊടിയിൽ മിക്സ് ചെയ്ത് ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോ വേണമെങ്കിൽ പിന്നെ ഇടാം. ഇപ്പം എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുക്കാനത്. ഇത് ബീഫ് കറി കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു പെരുന്നാൾ സ്പെഷ്യൽ സംഭവമാണ്. നേരൊരു മധുരമായിരിക്കും, അല്ലാണ്ട് വെറുതെയും കഴിക്കാം, പക്ഷേ ബീഫ് കറി കൂട്ടി കഴിക്കാം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രൈ ആയി വന്നപ്പോഴേക്കും ഞാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിച്ച് അങ്ങനെ രാത്രിത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലെ എണീറ്റ് ചെയ്യുമ്പോഴത്തേക്കും മെഹന്തി ഇട്ട ദിവസമാണെങ്കിൽ എനിക്ക് അപ്പം തന്നെ കണ്ണു തുറന്ന മൈലാഞ്ചി ചുമന്നാന്നുള്ള എനിക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. പിന്നെ അത് രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് കളർ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കുറച്ച് മെഹന്തിയൊക്കെ കുറച്ചും കൂടെ കഴിയുമ്പോഴാണല്ലോ സ്റ്റെയിനിങ്ങനെ വന്നത്. പിന്നെ ഇതും ഞങ്ങളുടെ ഒരു സ്പെഷ്യലാണ് കേട്ടോ, സേമിയ വെച്ച് ഇങ്ങനെ ചെയ്യണത്. ഇതിൻ്റെ പേര് ജഡേജ എന്നാണ് ശരിക്കും പറയണത്. അതും ഞങ്ങളുടെ ഒരു പെരുന്നാൾ സ്പെഷ്യലാണ്. പിന്നെ ഇത് ബീഫ് ഫ്രൈ ചെയ്യണമായിരുന്നു കേട്ടോ. ഇത് അബ്ബാടെ ഉമ്മ ചെയ്യണ ഒരു സ്പെഷ്യലാണ്, മമ്മി ഇപ്പോൾ ചെയ്യണത്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചെയ്യണ ഫ്രൈ ഞാൻ അങ്ങനെ പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ ഒരു സ്പെഷ്യലാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഭയങ്കര ക്രിസ്പി ആയിരിക്കും, എന്നാലും ബീഫൊന്നും ഓവർ ടൈറ്റും ആയിരിക്കില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്. കുറേ ബീഫ് ഉണ്ടെങ്കിലേ നമുക്കിങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, കുറച്ചായി വരും അങ്ങനെ. പിന്നെ അതിന് ശേഷം ഞാൻ റെഡി ആവാൻ വേണ്ടിയിട്ട് വന്ന്. അപ്പോൾ ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഞാൻ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ കയറി കാണാം. അതിൻ്റെ പ്രീവിയസ് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കണ്ടവർക്ക് അറിയാം, ഞാനിങ്ങനെ കൂടുതൽ അതായത് വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ എവിടെയെങ്കിലും റെഡി ആയിട്ട് പോണത്. ജസ്റ്റ് മോയ്സ്ചറൈസർ, ടാൽക്കം പൗഡർ, പിന്നെ കാജൽ, അങ്ങനെയാണ്. അല്ലാതെ ഈ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒക്കേഷണലി പിന്നെ എനിക്ക് തോന്നണം റെഡി ആവാനൊക്കെ വേണ്ടിയിട്ട്, അങ്ങനെ മാത്രം ചെയ്യാം. എപ്പോഴും സ്കിന്നിനും നമുക്ക് അത്ര നല്ലതല്ലല്ലോ ഫൗണ്ടേഷനും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇന്നാണെങ്കിൽ എല്ലാം അമ്മയുടെ സ്പെഷ്യലാണ്. അപ്പോൾ എനിക്ക് കുറേ സമയമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കാര്യമായിട്ട് തന്നെ ഒന്ന് റെഡിയായി കളയാമെന്ന് വിചാരിച്ചു. പക്ഷേ അക്കുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനിങ്ങനെ റെഡി ആവണതൊക്കെ. അക്കുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം അതായത് സമയത്ത് ഓഫർ വരുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാകും. പക്ഷേ റെഡി ആവൽ വളരെ കുറവാണ് കേട്ടോ. അതായത് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇടുന്നില്ല, എപ്പോഴൊന്നും ഞാൻ ഇടാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സെർവ് ചെയ്ത് വെച്ച്. അപ്പോൾ ഇന്ന് അരിപ്പത്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ പൊതുവേ ചപ്പാത്തി, ഗോതമ്പിൻ്റെ എന്തൊക്കെയോ ഐറ്റംസ് 2-3 ഐറ്റംസ് ഒക്കെ ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ ഇന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു മെയിൻ ഐറ്റം ആണ് കേട്ടോ, മുട്ട സുർക്ക എന്ന് പറയുന്നത്. പിന്നെ അമീർ പത്തിരി, പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ സേമിയ വെച്ച് ചെയ്യണം അതും, ബാക്കി ബീഫ് കറിയും ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനെടുത്ത് എല്ലാം ഭയങ്കര യമ്മായിരുന്നു കേട്ടോ. അമ്മ പ്രിപ്പയർ ചെയ്യണം, എല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. ഇന്ന് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് പോലെ തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു.
അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ എൻ്റെ മെഹന്തി നോക്കിക്കാൻ നന്നായിട്ട് ചുമന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ ഉച്ചക്കത്തിൽ ലഞ്ചൊക്കെ അമ്മയോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ്. അപ്പോൾ ഞങ്ങൾ പെരുന്നാളിൻ്റെ പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ബിരിയാണി വെക്കാറുള്ളത്. എൻ്റെ ഓർമ്മയിൽ ഇത്ര നാളും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് അമ്മ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ആൻറ്റിയും കൊച്ചൊക്കെ വരും. ഞങ്ങൾ അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേണ്. പിന്നെ അക്കൂക്കും ഇന്ന് തന്നെയാണ് കേട്ടോ പെരുന്നാൾ. ഒമാനിൽ ഇന്ന് തന്നെയാണ് പെരുന്നാൾ. അപ്പോൾ ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് അപ്പോൾ പിന്നെ ഒരു ചെറിയ ട്രിപ്പ് പോവുകയാണ്, വൺ ഡേ ട്രിപ്പ് പോവുകയാണ്, വാദി ഷബിൽ പോവാണ് കേട്ടോ. പിന്നെന്താ അപ്പോൾ ലാസ്റ്റത്തെ പെരുന്നാളൊക്കെ ഇങ്ങനെ ആലോചിക്കണമായിരുന്നു. അവിടെ ആയിരുന്നല്ലോ, ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നല്ലോ. അപ്പോൾ ഇവിടെ പിന്നെ എനിക്ക് കുക്കിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല, എല്ലാം അമ്മയുടെ സ്പെഷ്യലാണ്. പിന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യണം, കുറച്ച് സാലഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ അത് ഇവിടെ ചില്ലി ചിക്കനിലുള്ള ചിക്കനൊക്കെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കണേണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഈദ് വിഷസൊക്കെ പറയണമായിരുന്നു കേട്ടോ. വിളിക്കാനുള്ളവരൊക്കെ വിളിച്ച് അല്ലാത്തവർക്കൊക്കെ മെസ്സേജൊക്കെ അയച്ചു. പിന്നെ അതിന് ശേഷം എനിക്ക് കുറച്ച് വെജീസ് കട്ട് ചെയ്യാനുണ്ടായിരുന്നു ഫ്രൈഡ് റൈസിനുള്ളത്. ആ സമയത്താണ് ആൻറ്റിയും ഐസും പിന്നെ സമീർക്കൊക്കെ വന്നത്. അപ്പോൾ ഐസം വിളിക്കുമ്പോഴാണെങ്കിൽ മിഠായി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിരുത്തിയേക്കണമായിരുന്നു കേട്ടോ. ചിരിക്കാനൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നന്നായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അവരോടൊക്കെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഐസത്തിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് നിർത്തിയപ്പോൾ ആൾ ചിരിക്കുകയെന്ന് പറയുമ്പോൾ ചിരിക്കണാണ്ട് ഈ കാണുന്നത്. ഐസൻ ചിരിക്കുകയെന്ന് പറയുമ്പോൾ ലോലിപോപ്പ് കാണിച്ച് ഞാൻ അങ്ങനെ പിടിച്ച് നിർത്തിയേക്കണായിരുന്നു. പിന്നെ അവനിക്ക് അതൊക്കെ കൊടുത്ത് അവൻ്റെ ഡ്രസ്സും ചേഞ്ച് ചെയ്ത്, കാരണം ലോലിപോപ്പ് കൊടുക്കുമ്പോൾ ഡ്രസ്സിലേക്കൊക്കെ ഇങ്ങനെ വീഴും അവൻ്റെ. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള നമ്മളെ കട്ടിങ് പെൻഡിങ് വെച്ചിട്ട് ഇരിക്കണമായിരുന്നു. ബാക്കിയുള്ളതും ഞാൻ വേഗം സ്പീഡിൽ തന്നെ കട്ട് ചെയ്ത് കൊടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് റൈസ് വെക്കാനുള്ള പണിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സവാളയൊക്കെ നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാബേജൊക്കെ ഒരിത്തിരി ഒന്ന് വാടിയൊക്കെ വരുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും അടുത്തത് ബീൻസാണ് ഇട്ട് കൊടുക്കുന്നത്. ബീൻസും എല്ലാം അധികം വാടണ്ട, ലാസ്റ്റ് നമ്മൾ റൈസൊക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. പിന്നെ ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ ഗ്രീൻ പീസില്ല അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ ചെയ്യുമ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ അബ്ബാക്ക് മുട്ട ഇടുന്ന അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞങ്ങൾ മുട്ട ഇടാറില്ല കേട്ടോ. എഗ്ഗും കൂടെ കുറച്ച് സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാവും. പക്ഷെ അങ്ങനെ വീട്ടിലങ്ങനെ ചെയ്യാറില്ല. അപ്പോഴത്തേക്കും കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ യമ്മി ചില്ലി ചിക്കൻ ആണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ്, എൻ്റെ ഫേവറേറ്റ് ആണ് ചില്ലി ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ മമ്മ അവിടെ. അപ്പോൾ ഇതെല്ലാം മമ്മയുടെ സ്പെഷ്യലാണ്. കറിയൊക്കെ റെഡി ആയതിനു ശേഷം ലാസ്റ്റാണ് ഇപ്പോൾ റൈസൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചില്ല ആ വെജിറ്റബിൾസൊക്കെ ഇട്ട്. പിന്നെ റൈസൊക്കെ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓലീവ് ഓയിലും പെപ്പർ പൗഡറും പിന്നെ കുറച്ച് സോയാ സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ അങ്ങനെ ഉച്ചക്കൊരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാകും. ഞങ്ങൾപ്പോൾ എല്ലാവരും കൂടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ ഭയങ്കര യമ്മി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാവർക്കും ഒരേപോലെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു പഴയ ഫിലിം ഇരുന്ന് കാണണമായിരുന്നു കേട്ടോ, പാണ്ടിപ്പടം. എനിക്കിഷ്ടമാണ് ആ ഫിലിം. അങ്ങനെ കുറച്ച് അതൊക്കെ ഇരുന്ന് കണ്ട്. പിന്നെ ഇവിടെ നിന്ന് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ഇൻ ദ സെൻസ് ഫോണിൻ്റെ സ്റ്റോറേജൊക്കെ കംപ്ലീറ്റ് ഫുള്ളായിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ പർച്ചേസ് ചെയ്തെങ്കിലും പക്ഷെ അത് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സ്പേസിൻ്റെ ഇഷ്യൂ കാരണം ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ വീഡിയോസൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആൻറ്റിക്കൊക്കെ മെഹന്തി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൻറ്റിക്കും ഒരു സിമ്പിൾ ഡിസൈൻ മൈലാഞ്ചി ഞാനങ്ങനെ ഇട്ടൊക്കെ കൊടുത്ത്. അങ്ങനെ ഈവനിങ് ആയപ്പോഴത്തേക്കും ഒരു 5-5:30 ആയപ്പോഴത്തേക്കും അവർ ഇറങ്ങി. പിന്നെ അതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല, എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഓരോ വീഡിയോനെ എഡിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ഷോർട്സൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷമായിട്ട് ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇരുന്നെടുത്തത്. അപ്പോൾ ഐസും ആൻറ്റിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഐസോ പൂച്ച പൂച്ച അബ്ബോനുണ്ട്. അങ്ങനെ അവരൊക്കെ പോയി ഞാൻ തിരിച്ച് വീടെത്തി. അല്ലെങ്കിൽ പൊതുവേ ഐസ ആൻറ്റിയൊക്കെ രാത്രിയേ പോകാറുള്ളൂ. അപ്പം ഇന്ന് എന്തൊക്കെയോ പരിപാടി ഉള്ളതുകൊണ്ട് അങ്ങനെ നേരത്തെ പോയി.
പിന്നെ അത് കഴിഞ്ഞാൽ വീടെത്തി എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് പിന്നെ എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോസും കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ മഴയുടെ ഒച്ചയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വേണം എനിക്കിതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഫോണിൽ നിന്ന് ക്ലിയർ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ഈദ് വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.